വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് അവധി ദിവസമായിട്ടുള്ളവരുണ്ടാകാം, ജോലിയൊക്കെ ഉള്ളവരും ഉണ്ടാകാം. എന്തായാലും വൈകുന്നേരം ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി അറിയാൻ ന്യൂസ് 18-നൊപ്പം ഞാൻ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾക്ക് ബംഗളൂരുവുമായി വളരെ ബന്ധമാണ്. അത് വ്യാവസായിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായൊക്കെ നമ്മളിൽ പലരും ആശ്രയിക്കുന്ന നഗരമാണ്. അപ്പോൾ ബംഗളൂരുവിനും കേരളത്തിനുമിടയിൽ യാത്രാ സൗകര്യം കൂടുന്നു എന്നത് ഓരോ മലയാളികളെ സംബന്ധിച്ചും വലിയ സന്തോഷം നൽകുന്ന, ആശ്വാസമാകുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു വന്ദേ ഭാരത് കേരളത്തിനും ഒപ്പം തന്നെ ബംഗളൂരുവിനും ഇടയിൽ യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിന്റെ 3ാം വന്ദേ ഭാരത് എറണാകുളം ജംഗ്ഷൻ മുതൽ ബംഗളൂരു വരെയുള്ള വന്ദേ ഭാരത് ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇതുൾപ്പെടെ 4 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ആണ് വീഡിയോ കോൺഫറൻസ് വഴി ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് എറണാകുളം സൗത്ത് ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है। आइए जोरदार तालियों के माध्यम से इन सौभाग्यशाली क्षणों का स्वागत अभिनंदन करें। भारत माता की, भारत माता की, भारत माता की। आज भारत के रेल इतिहास में एक और स्वर्णिम अध्याय जुड़ गया है। जोरदार तालियों से इन ऐतिहासिक क्षणों का अभिनंदन करें। അപ്പോ കേരളം ഏറെ നാളായി കാത്തിരുന്ന വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. ഇന്ന് 8 മണിക്ക് ഈ ചടങ്ങ് നടക്കുന്നു. ആ വന്ദേ ഭാരത് 8:50 പുറപ്പെട്ട വന്ദേ ഭാരത് 5:50 ബംഗളൂരുവിൽ എത്തും, KSR സ്റ്റേഷനിലെത്തും. അവിടേക്ക് നമ്മുടെ വന്ദേ ഭാരത് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. യാത്രാസമയം 8 മണിക്കൂർ 40 മിനിറ്റായി കുറയുന്നു എന്നതാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11 മണിക്കൂറിലധികം എടുത്ത് മറ്റു ട്രെയിനുകൾ യാത്ര ചെയ്യുന്ന സമയത്താണ് 8 മണിക്കൂർ 40 മിനിറ്റിലേക്ക് ഈ യാത്രാസമയം ചുരുങ്ങുന്നത്. അത് വലിയ അനുഗ്രഹമാണ് ഓരോ യാത്രക്കാരെയും സംബന്ധിച്ച്. അപ്പോൾ അതൊരു സന്തോഷ നിമിഷം തന്നെയാണ്. ഗവർണർ ഉൾപ്പെടെയുള്ളവർ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം സുരേഷ് ഗോപി തൃശൂർ വരെ ഇതിൽ യാത്ര ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. തൃശൂർ, പാലക്കാട്, തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലുമൊക്കെ പ്രത്യേക ചടങ്ങുകൾ, സ്വീകരണങ്ങൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. വലിയ ചടങ്ങ് തന്നെയാണ്, അത്രയും പ്രാധാന്യം അതിനുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് രാജ്യത്താകെ 160 വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട്. ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നേട്ടമാണ്. വികസിത സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നത് ഇതുവഴിയാണ്. അതിലൊരു അഭിമാന നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞത്. സ്കൂൾ കുട്ടികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒരുപാട് പേർ ഈ ചടങ്ങിൽ സാക്ഷികളായി. ആദ്യ ട്രെയിനിൽ യാത്ര ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. അപ്പോൾ വലിയ ആഘോഷത്തോടെയാണ് ഈ ചടങ്ങുകൾ ഇന്ന് നടന്നത്. आज देश के अलग अलग हिस्सों में नई वंदे भारत ट्रेनों की शुरुआत हो रही है। काशी से खजुराहो वंदे भारत के अलावा फिरोजपुर दिल्ली वंदे भारत, लखनऊ सहारनपुर वंदे भारत और एर्नाकुलम बेंगलुरु वंदे भारत, इसको भी हरी झंडी दिखाई गई है। इन 4 नई ट्रेनों के साथ ही
अब देश में 160 से ज्यादा नई वंदे भारत ट्रेनों का संचालन होने लगा है। मैं काशी वासियों को, सभी देशवासियों को इन ट्रेनों की बहुत बहुत बधाई देता हूं। साथियों, आज वंदे भारत, नमो भारत और अमृत भारत जैसी ट्रेनें भारतीय रेलवे की अगली पीढ़ी की नींव तैयार कर रही है। അപ്പോൾ രാജ്യത്തെ ഒരു വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പ്രാധാന്യമൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. അങ്ങനെ കേരളം കാത്തിരുന്ന ഒരു ട്രെയിൻ യാഥാർത്ഥ്യമാവുകയാണ്. 8 മണിക്കൂർ സമയം കൊണ്ട്, ഏതാണ്ട് 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ബംഗളൂരുവിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ട്രെയിൻ സർവീസ്. അത് വലിയ സന്തോഷത്തോടു കൂടി കേരളം സ്വീകരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മറ്റൊരു കല്ലുകളിയും കൂടി പക്ഷേ ഉണ്ടായി. ഈ ട്രെയിനിൽ ധാരാളം കുട്ടികൾ ഉൾപ്പെടെ ആദ്യ യാത്രയിൽ ഉണ്ടായിരുന്നു. അതിൽ കുട്ടികളെ കൊണ്ട് RSSന്റെ ഗണഗീതം പാടിച്ചു എന്നതാണ് വലിയ വിവാദമായിരിക്കുന്നത്. ആ ഗണഗീതം കുട്ടികളെ കൊണ്ട് ആലപിക്കുകയും അതിനുശേഷം റെയിൽവേ അവരുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ ഇത് ഒരു ദേശഭക്തി ഗാനം എന്ന നിലയിൽ ഈ സന്തോഷ നിമിഷത്തിൽ ഇത് പങ്കിടുന്നു എന്ന് പറഞ്ഞ് ആ ദൃശ്യങ്ങൾ പങ്കിടുകയും ചെയ്തതോടെയാണ് വലിയ വിവാദമുണ്ടായത്. RSSന്റെ ഗണഗീതം അതൊരു പൊതു ഇടത്തിൽ അവതരിപ്പിക്കേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നത് ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നു വന്നു. ഡിവൈഎഫ്ഐ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഡിവൈഎഫ്ഐയുടെ VK സനോജ് ഫേസ്ബുക്കിൽ നാഗ്പൂരിലെ അപ്പൂപ്പന്മാരുടെ പണം കൊണ്ടല്ല ഈ ട്രെയിൻ വാങ്ങിയത്, ഇത് ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഉണ്ടാക്കിയ ട്രെയിനാണ്, ഗണഗീതം RSS ശാഖകളിൽ മതി എന്നതുൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ വിമർശനം വന്നതോടുകൂടി തന്നെ റെയിൽവേ ഈ ഗാനം പിൻവലിച്ചു. പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ആ റെയിൽവേ പിൻവലിച്ചുവെങ്കിലും എന്തായിരുന്നു അവർ അതിൽ പോസ്റ്റ് ചെയ്തത് എന്നതിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ദേശഭക്തി ഗാനം എന്ന നിലയിൽ ഈ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്നത് റെയിൽവേ എക്സ് അക്കൗണ്ടിൽ പുറത്തുവിട്ടതോടുകൂടിയാണ് വലിയ വിമർശനമുണ്ടായത്. ഇത് പിൻവലിച്ചിട്ടും ഈ വിമർശനം അടങ്ങുന്നില്ല എന്നതാണ് നമ്മളിവിടെ കാണേണ്ടത്. ഒരു ഔദ്യോഗിക പരിപാടിയിൽ എന്തിന് ഈ ഗാനം ആലപിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച് അത് പൊതുവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ RSS ഗണഗീതത്തിന് പൊതുമുഖം നൽകാനുള്ള റെയിൽവേയുടെ നടപടിക്കെതിരെ അതിശക്തമായ വിമർശനമുയരുന്നു. രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന RSSന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. ദേശഭക്തി ഗാനം എന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാവുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയുടെ ആണിക്കല്ലായി പ്രവർത്തിച്ച റെയിൽവേ ആണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിയ RSSന്റെ വർഗീയ അജണ്ടയ്ക്ക് കുടപിടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് എന്നതുകൂടി മുഖ്യമന്ത്രി പറയുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സങ്കുചിത രാഷ്ട്രീയ മനസ്സാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധമുയരണം എന്നതാണ് മുഖ്യമന്ത്രി ഈ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്.
തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് റെയിൽവേ ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം നടത്തിയിരിക്കുന്നത് എന്ന വലിയ കുറ്റപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റ് പിൻവലിച്ചു എങ്കിൽ പോലും ഈ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. സർക്കാർ പരിപാടികളെ RSS വൽക്കരിക്കുന്നു എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. നമുക്കറിയാം പല ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും ഇത്തരം വിമർശനങ്ങളുണ്ട്. ഇവിടെയും കേന്ദ്ര BJP അധ്യക്ഷന്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം നമ്മൾ അവിടെ കണ്ടതാണ്. BJP നേതാക്കളുടെ സാന്നിധ്യം കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതിനെ RSS വൽക്കരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ഏറെ കാത്തിരുന്ന വലിയ രീതിയിൽ എല്ലാവർക്കും സഹായകമാകുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു ട്രെയിനിന്റെ ഉദ്ഘാടന ചടങ്ങ് പോലും രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന വലിയ വിമർശനം അതിന്റെ ശോഭ തന്നെ കെടുത്തുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് രാഷ്ട്രീയമായി ഉയരുന്ന വിവാദം. എന്തായാലും നമുക്ക് വന്ദേ ഭാരത് വരുന്നതോടുകൂടി എന്തൊക്കെ പ്രയോജനങ്ങൾ എന്നത് നോക്കിയാൽ അത് നമ്മൾ പ്രത്യേകമായി കാണണം. രാഷ്ട്രീയമായി ഈ ഉയരുന്ന വിമർശനങ്ങളെയും ഒപ്പം തന്നെ വന്ദേ ഭാരത് യാഥാർത്ഥ്യമായതും രണ്ടും രണ്ടായി തന്നെ കാണാം. കേരളത്തിന്റെ മൂന്നാമത്തെ വന്ദേ ഭാരതാണ്. ഈ യാത്രാ സമയം കുറയുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം. 11 മണിക്കൂർ കൊണ്ട് ഒക്കെ നടത്തിയിരുന്ന യാത്ര 8 മണിക്കൂർ 40 മിനിറ്റിലേക്ക് ചുരുങ്ങുന്നു. 11 സ്റ്റേഷനുകളാണ് ഇതിനിടയിൽ ഉള്ളത്. അപ്പോൾ ആ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ, വളരെ പ്രധാനപ്പെട്ട നഗരങ്ങൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ എന്നത് ഈ ട്രെയിനിലൂടെ സാധ്യമാകുന്നു എന്നത് മറ്റൊരു കാര്യം. മാത്രവുമല്ല, വാണിജ്യ വിദ്യാഭ്യാസപരമായിട്ടുള്ള യാത്രകൾ ഏറെ ആവശ്യമുള്ള ഇടമാണ്. അവിടെ ഇങ്ങനെ ഒരു ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ബംഗളൂരുവിലേക്ക് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ യാത്രാ സൗകര്യവും ഒക്കെ വർദ്ധിപ്പിക്കും. ഈ ശതാബ്ദിയുടെ നിരക്ക് തന്നെ ആയിരിക്കും ടിക്കറ്റിന്. എറണാകുളം ബംഗളൂരു AC ചെയർക്കാരന് 1500 രൂപ വരെ ആകാം. AC എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 2400 രൂപ വരെയും ഈ ടിക്കറ്റ് നിരക്ക് വരും. ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, കുട്ടികൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തുടങ്ങിയവരാണ് ഈ സുവനീർ ടിക്കറ്റുമായി ഉദ്ഘാടന യാത്രയിൽ ഇതിൽ ഉണ്ടായിരുന്നത്. അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് മറ്റ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. അത് ബനാറസ്, ഖജുരാഹോ, ലക്നൗ ജംഗ്ഷൻ, സരഹൻപൂർ, ഫിറോസ്പൂർ, ഡൽഹി വന്ദേ ഭാരത് എന്നിവയാണ് ഇന്ന് ഓടിത്തുടങ്ങിയ മറ്റ് വന്ദേ ഭാരതുകൾ. ഈ എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു യാത്രാ സമയം കുറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. യാത്ര പുറപ്പെടുന്നത് എറണാകുളം സൗത്തിൽ നിന്ന് 2:20 ബംഗളൂരുവിലേക്കുള്ള ട്രെയിൻ പുറപ്പെടുക. തൃശ്ശൂരിൽ അത് 3:20 പാലക്കാട് 4:37, കോയമ്പത്തൂരിൽ 5:23, തിരുപ്പൂരിൽ 6:05, ഈറോഡിൽ 6:50, സേലത്ത് 7:20, ജോളാർപേട്ടയിൽ 9:05, കൃഷ്ണരാജപുരത്ത് 10:25, KSR ബംഗളൂരു സ്റ്റേഷനിൽ 11 മണിക്ക് ഈ ട്രെയിൻ എത്തും. അപ്പോൾ 2:20 യാത്ര തുടങ്ങിയാൽ 11 മണിക്ക് ബംഗളൂരുവിൽ എത്തുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്യാൻ ഇനി മുതൽ കഴിയും ഈ വന്ദേ ഭാരത് വന്നതോടുകൂടി. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ പ്രധാന IT വാണിജ്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടങ്ങളിലുള്ള സാമ്പത്തിക, വാണിജ്യ, വിദ്യാഭ്യാസപരമായ യാത്രകൾക്കൊക്കെ വലിയ ഉപകാരപ്രദമാകും. മാത്രവുമല്ല, ടൂറിസം രംഗത്തും വലിയ രീതിയിലുള്ള പ്രയോജനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഉത്സവ സീസണുകൾ വരുമ്പോൾ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തിരിച്ചുള്ള യാത്രകൾക്ക് അമിതമായ നിരക്ക് യാത്രയ്ക്ക് ചുമത്തിയിരുന്നു, ബസ്സുകൾ ചുമത്തിയിരുന്നു. അപ്പോൾ അതൊരു തീവട്ടിക്കൊള്ള തന്നെയാണ് ആ കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു പരിധിവരെ, ഇതൊരു പൂർണ്ണ പരിഹാരം എന്നതല്ല, ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് കൂടി ട്രെയിൻ സഹായകമാകും. ആഴ്ചയിൽ 6 ദിവസം വന്ദേ ഭാരത് യാത്ര നടത്തുന്നുണ്ട്. ഒരു സർവീസ് അവിടെ നിന്ന് ഇങ്ങോട്ടും, ഒരു സർവീസ് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലേക്കുമാണ് നടക്കുന്നത്. 600 സീറ്റുകളാണ് ഒരു ട്രെയിനിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുക എന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നേരത്തെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വാണിജ്യ വളർച്ചയ്ക്കും ഒക്കെ വലിയ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറെ പേർക്കും ഉപകാരപ്പെടുന്ന ഒരു ട്രെയിൻ സർവീസാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഉദ്ഘാടനം നടന്നുവെങ്കിൽ പോലും ചൊവ്വാഴ്ച മുതലായിരിക്കും റെഗുലർ സർവീസുകൾ ആരംഭിക്കുക. അപ്പോൾ അത് കുറേ പേർക്ക് പ്രയോജനകരമാകും. ഇനിയും നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്ന സംവിധാനങ്ങളും ട്രെയിനുകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വികസനത്തെ എപ്പോഴും നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കണം.
കൊച്ചി ബംഗളൂരു യാത്രയ്ക്ക് വന്ദേ ഭാരതെങ്കിൽ തലസ്ഥാന നഗരത്തിൽ എല്ലാവരും ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി പ്രതീക്ഷിക്കുന്നതാണ് മെട്രോയുടെ വരവ്. ഒരു 11 വർഷം മുമ്പ് തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ അതിൻ്റെ ഒരു നിർണായക ചുവടുവയ്പ് കൂടി ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് സർക്കാർ അംഗീകരിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു നിർണായക നിമിഷമാണ്. 11 വർഷമായി നടക്കുന്ന അല്ലെങ്കിൽ ഫയലുകളിൽ ഉറങ്ങിയിരുന്ന ഒരു പദ്ധതി വീണ്ടും പുനരുജ്ജീവിപ്പിച്ചെടുത്തിരിക്കുന്നു സർക്കാർ. അതിന്റെ അലൈൻമെന്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ലൈറ്റ് മെട്രോയാണ് തിരുവനന്തപുരത്ത് തുടക്കത്തിൽ ആലോചനകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നഗരത്തിന്റെ പ്രത്യേകതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് മെട്രോയിലേക്ക് തന്നെ ആ പദ്ധതി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് കൊച്ചി മെട്രോയ്ക്ക് സമാനമായ മെട്രോ സർവീസ് തന്നെ തലസ്ഥാന നഗരിയിൽ ഒരുങ്ങുന്നു എന്നതാണ് തലസ്ഥാന നഗരവാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്ത. അത് ഏറെ നാളായി ഇത്തരമൊരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഇപ്പോൾ ഒരു പുതിയ ചുവടുവയ്പ് ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഇത് കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മെട്രോ പ്രഖ്യാപനം വരുന്നത്. പാപ്പനംകോട് നിന്ന് തുടങ്ങി ഈഞ്ചക്കലിൽ അവസാനിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 31 കിലോമീറ്റർ ദൂരം, അത് 27 സ്റ്റേഷനുകളിൽ വിഭാവനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ തന്നെ ഏൽപ്പിക്കാനാണ് തീരുമാനം. ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ DPR തയ്യാറാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് KMRL ഉടൻ കടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ 27 സ്റ്റേഷനുകളാണ്. നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കൊച്ചുവേളി, ഒപ്പം തന്നെ ടെക്നോ പാർക്ക്, വിമാനത്താവളം, ഇതിനെയൊക്കെ കൂടി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് പുതിയ അലൈൻമെന്റ് വന്നിരിക്കുന്നത്. അത് വലിയ രീതിയിൽ സഹായകമാകുന്നതാണ്. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകളും ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ മെട്രോ കടന്നു പോകുന്ന അലൈൻമെന്റ് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നതും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതുമായ രീതിയിലേക്ക് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എപ്പോൾ വരും മെട്രോ എന്ന് നോക്കിയാൽ ഉടൻ എന്നതാണ് KMRL MD കൂടിയായ ലോക്നാഥ് ബെഹ്റ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ 4627 കോടിയാണ് ആദ്യഘട്ടത്തിൽ ലൈറ്റ് മെട്രോയുമായി ബന്ധപ്പെട്ടൊക്കെ പദ്ധതിക്ക് ചെലവാകുന്ന തുക കണക്കാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ബെഹ്റ പറയുന്നു ഏതാണ്ട് 8000 കോടിയോളം രൂപ ചെലവിൽ വരും. ഇത് വളരെ വേഗത്തിൽ തന്നെ പണി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയി അനുമതിയൊക്കെ കിട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതാണ്ട് 2029 കൂടി തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ ഒരു മെട്രോ സർവീസ് തുടങ്ങാനാകും എന്ന കാര്യമാണ് ബെഹ്റ പ്രതീക്ഷ പങ്കുവെച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. തലസ്ഥാന നഗരിലെ ഒരു മെട്രോ സംവിധാനം ഉണ്ടാക്കണം, ഒരു പല ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് കുറെ വർഷമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോ അലൈൻമെന്റ് നമ്മുടെ നിശ്ചയിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇതില് ഇപ്പോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് അല്ലേ കുറച്ച് ഇപ്പൊ മാറ്റങ്ങൾ വരും. കാരണം ഇതിന്റെ അലൈൻമെന്റ് കുറച്ചുകൂടെ ചേഞ്ച് ആയി. അപ്പോ അത് എത്ര പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ DMRCക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ. അവർ പെട്ടെന്ന് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ. ഒരു മാസം 1.5 മാസം അകത്തെ നമുക്ക് DPR കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലിന് ശേഷം മാത്രം ഈ പണികൾ തുടങ്ങാൻ സാധിക്കും. അപ്പോൾ 1 മാസത്തിനുള്ളിൽ DPR എന്നതാണ് ബെഹ്റ പറയുന്നത്. ഈ ചിലവ് എന്ന് പറയുന്നത് 8000 കോടിയിലേക്ക് എത്തും എന്ന കാര്യം പറയുന്നു. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തം ഉണ്ടാകും. 20% വീതമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തം ഉണ്ടാകാൻ പോകുന്നത്. 60% എന്നത് ലോൺ ആയിരിക്കും. സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. മാത്രവുമല്ല, ഈ തിരുവനന്തപുരത്തെ മെട്രോ എന്ന് പറയുന്നത് സാധാരണക്കാരെ ബന്ധിപ്പിക്കാൻ കൂടുതൽ സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്കാൾ കൂടുതൽ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പദ്ധതിയായിരിക്കും എന്നതാണ് ബെഹ്റ പറയുന്നത്. മാത്രവുമല്ല, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് നമുക്കറിയാം യാത്രാ ദുരിതം വളരെ കൂടുതലാണ്. മേൽപ്പാലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടായിട്ടില്ല എന്നതൊരു വലിയ വസ്തുതയാണ്. അപ്പോൾ ഈ മെട്രോ എന്ന് പറയുന്നത് ഇപ്പോൾ ആ രീതിയിൽ
കുറച്ചുകൂടി വിപുലപ്പെടുത്തി പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ എന്ന നിലയിൽ വിപുലപ്പെടുത്തിയിരിക്കുന്നത്. അതും വിമാനത്താവളവും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് കൂടുതൽ പ്രാധാന്യം നൽകുകയും കൂടുതൽ ട്രെയിനുകൾ അവിടെ നിന്ന് തുടങ്ങുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് റെയിൽവേ കടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊച്ചുവേളി കൂടി ഉൾപ്പെടുന്നു എന്നത് വലിയ രീതിയിൽ ഒരു ട്രാൻസ്പോർട്ട് സർക്കിൾ ഉണ്ടാക്കുന്നതിനും അത് യാത്രക്കാർക്ക് കൂടുതൽ മെട്രോയെ ഉപയോഗപ്പെടുത്തുന്നതിനുമൊക്കെ സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ അതിന്റെ അലൈൻമെന്റ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ പാതയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യ പദ്ധതിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4673 കോടിയായിരുന്നു ചിലവ് പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും തലസ്ഥാനവാസികൾക്ക് വളരെ ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകളെ ബന്ധിപ്പിക്കുന്നതോടെ ഏതാണ്ട് 31,000 ടെക്കികൾക്ക്, അതായത് അവിടെ ദിവസേന വന്ന് ജോലി ചെയ്തു പോകുന്ന 31,000-ഓളം ടെക്കികൾക്ക് നിത്യേന ഈ യാത്രാ സൗകര്യം ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രവുമല്ല ഏതാണ്ട് 60,000-ഓളം അനുബന്ധ തൊഴിലാളികൾ ഒക്കെയും പ്രതിദിനം ഈ കഴക്കൂട്ടം ഭാഗമൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവർക്കുൾപ്പെടെ വലിയ രീതിയിൽ സഹായകമാകും. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് കണക്ടിവിറ്റി ഉറപ്പാക്കുക എന്നത് വളരെ പ്രധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഒപ്പം അങ്ങനെയുള്ള കണക്ടിവിറ്റികൾ ഉണ്ടാക്കിയാൽ മാത്രമേ മെട്രോ കൂടുതൽ ലാഭത്തോടെയും ഉപകാരപ്രദമായും പ്രവർത്തിപ്പിക്കുക എന്നത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം എന്നത് നഗരവാസികളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും ഫയലിൽ ഉറങ്ങിയതാണ്. അപ്പോൾ അത് അതിവേഗം നടപ്പിലാകട്ടെ എന്നൊരു പ്രതീക്ഷയാണ് നഗരവാസികളെ സംബന്ധിച്ചുള്ളത്. ഇതിൽ ഇനി പ്രധാനമാകുന്നത് കേന്ദ്രത്തിന്റെ അനുമതി എന്നതാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഏതാണ്ട് പ്രധാനമന്ത്രി തന്നെ ഈ കൂടുതൽ മെട്രോ സർവീസുകൾ ആരംഭിക്കുക, 50 നഗരങ്ങളിൽ പുതുതായി മെട്രോ സർവീസുകൾ ആരംഭിക്കുകയാണെന്നതാണ് തന്റെ പദ്ധതി എന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതിന് അനുമതി കിട്ടും എന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. മാത്രവുമല്ല, സ്വകാര്യ പങ്കാളിത്തം സംബന്ധിച്ചൊക്കെ കുറച്ചുകൂടി മാറ്റങ്ങൾ വേണ്ടിവരും. കാരണം കേന്ദ്ര നയത്തിന് അനുകൂലമായിട്ടുള്ള സമീപനങ്ങൾ ഇതിൽ വേണ്ടിവരും. എന്നാൽ മാത്രമേ വിചാരിക്കുന്ന രീതിയിൽ പണി പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമാവുകയുള്ളൂ. അതാണ് ഒരു വശം. പിന്നീട് നമ്മൾ കാണുന്നതാണ് ഓരോ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും അതിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നുമില്ലാതെ പദ്ധതി നടത്തിപ്പിലേക്ക് പോകേണ്ടി വരും. അതിന് സർക്കാർ കൂടുതൽ കരുതൽ നൽകാൻ ഉണ്ട്. എന്തായാലും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ എന്ന് തെളിയിക്കുന്നു ഈ പ്രഖ്യാപനത്തിലൂടെ എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് ഇത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. കൂടുതൽ അവകാശവാദങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വി ശിവൻകുട്ടിയുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. നാഷണൽ ഹൈവേ ആയിരുന്നാലും മലയോര ഹൈവേ ആയിരുന്നാലും അതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. മെട്രോ റെയിലും അതേപോലെ പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് പൂർത്തീകരിച്ച് കളയുമല്ലോ എന്ന ആശങ്ക കൊണ്ടാണ് അതിനെ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമല്ല. ഇത് പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തീകരിക്കും. അത് പിണറായി വിജയൻ കൊടുക്കുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന പദ്ധതിയാണ്. ഈ 11 വർഷം ഒന്നും ചെയ്യാതിരുന്ന സർക്കാരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്നൊരു വിമർശനം ഇതിനോടകം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനുള്ള ഒരു മറുപടി കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനം മാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടുന്ന ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അതിനുള്ള വേഗത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം ഏതൊരു പദ്ധതിയും നടപ്പിലാക്കാൻ. അത്തരം സമീപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. നേരത്തെ സിൽവർ ലൈനിന്റെ കാര്യത്തിൽ സർക്കാരിന് ഇല്ലാതെ പോയത് അതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതലോടുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉള്ള സമീപനങ്ങൾ ഉണ്ടാകണം. ഒപ്പം ഇത് ഒരു വികസന പ്രവർത്തനം എന്നത് ഓരോ നാടിനും ആവശ്യമാണ്, ഓരോ മനുഷ്യർക്കും ആവശ്യമാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ
അതിനോടൊപ്പം നിൽക്കാനുള്ള സമീപനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. പ്രതിപക്ഷം എന്നാൽ എല്ലാത്തിനെയും തുറന്നെതിർക്കുക എന്നതായിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള എതിർ സ്വരങ്ങൾ അല്ലെങ്കിൽ വിയോജിപ്പുകൾ അതിൽ ഉയരുന്നുണ്ട് എങ്കിൽ പോലും വികസന കാര്യത്തിൽ ഒരുമിച്ച് നിന്നുള്ള മുന്നോട്ട് പോക്കാണ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച ആവശ്യം, ഒരു നാടിനെ സംബന്ധിച്ച ആവശ്യം. അതിനുള്ള ജാഗ്രത പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ലൈറ്റ് മെട്രോയെ സംബന്ധിച്ച് പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ ന്യൂസ് 18ന്റെ ഓഫീസൊക്കെ ഇരിക്കുന്ന ഭാഗത്തു കൂടിയാണ് ഇത് ഇഞ്ചക്കലിലേക്ക് എത്തുക. അപ്പോൾ ന്യൂസ് 18 ജീവനക്കാരെ സംബന്ധിച്ചും വരവും പോക്കും ഒക്കെ എളുപ്പമാകുന്ന സാഹചര്യമാണ്. എനിക്കൊക്കെ വീട്ടിൽ നിന്ന് പിന്നീട് കാർ എടുക്കേണ്ട ആവശ്യമില്ല, മെട്രോയിൽ വന്ന് ജോലി ചെയ്ത് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും 2029 വരെ നമ്മൾ കാത്തിരിക്കണം. ഇപ്പോഴത്തെ രീതി അനുസരിച്ചാണ് എങ്കിൽ പോലും വളരെ വേഗം അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. സ്വർണ്ണമോഷണം സംബന്ധിച്ച വാർത്തകൾ ഓരോ ദിവസവും അതിന്റെ ആഘാതം എത്രയെന്നത് നമ്മൾ കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. സർക്കാരിനെ സംബന്ധിച്ചും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്? SITയുടെ അന്വേഷണം എങ്ങോട്ട് നീളുന്നു, കോടതിയുടെ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും എങ്ങനെ നീങ്ങുന്നു എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് വേണം കാണാൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു നിർണായക നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടാനുള്ള നീക്കത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ പിന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ കെ ജയകുമാറിനെ അതിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നിർണായക തീരുമാനം സർക്കാർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു മുഖം മിനുക്കൽ നടപടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഏറ്റിട്ടുള്ള ഈ പ്രതിച്ഛായയ്ക്കുള്ള ഇളക്കം തട്ടിയിട്ടുള്ളത് മാറ്റുക എന്ന രീതിയിൽ സർക്കാർ ഒരു പൊതു സ്വീകാരനായ വ്യക്തിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ്. രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നു വന്ന ഇടത്താണ് ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ അങ്ങേയറ്റം പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പുതിയ തീരുമാനം വരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് 5 പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് കെ ജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചത്. അത് അവസാനം തീരുമാനിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയകുമാറിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദേവസ്വം മന്ത്രി തന്നെ ഈ തീരുമാനം അറിയിച്ചു എന്നും തിങ്കളാഴ്ച ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കേൾക്കാം. ഇതൊരു നിയോഗമായാണ് താൻ കാണുന്നത് എന്നതാണ് ഒരു വിശ്വാസി കൂടിയായ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ച ഒരു ഓർഡർ ഇറങ്ങുമായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എന്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാനിപ്പോഴും മനസ്സുകൊണ്ടൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കണം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കിടന്നില്ല, എനിക്കത് ചെയ്യാൻ സാധിക്കും, പരിചയമുണ്ടല്ലോ. പിന്നെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വലിയ വെല്ലുവിളിയാണ് കെ ജയകുമാറിന്റെ മുന്നിൽ ഉള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെന്ന് നിൽക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ആ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്നത്. പക്ഷേ അതൊരു മുൾക്കിരീടമല്ല. എല്ലാ മുൾക്കിരീടങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത് ഈ നിയമനത്തിലൂടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും 17-ന് അടുത്ത മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ അതിനോടുള്ള അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ടാകാം. നിലവിലെ ദേവസ്വം ബോർഡ് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാകാം. അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് തന്റെ പ്രധാന കർത്തവ്യം, ഏറ്റവും മുൻഗണന എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല,
ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയും, അത് അനായാസം സാധ്യമാകുമെന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ചില നിയമനിർമ്മാണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ അത്തരം ചില നീക്കങ്ങൾ ആവശ്യമാണ്. അക്കാര്യങ്ങൾ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്യും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല. കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും മുള്ളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ഇടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശങ്കകൾക്ക് ഒരു പരിധിവരെ ജയകുമാറിന്റെ നിയമനത്തോടുകൂടി തടയിടാം എന്നതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. നമുക്കറിയാം, അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഭക്തർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രതിച്ഛായ മിനുക്കിയ സർക്കാരാണ്. പക്ഷേ അവിടെ നിന്ന് വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ ഈ നിലയിലേക്കൊക്കെ എത്തിപ്പെട്ടത്. കോടതി ഇടപെടലും പിന്നീട് നടന്ന അന്വേഷണങ്ങളുമൊക്കെ സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അതിനൊരു പ്രശ്നപരിഹാരം എന്ന നിലയിലാണ് ജയകുമാറിനെ കൊണ്ടുവരുന്നത്. പക്ഷേ അങ്ങനെ തടയിടാൻ പറ്റില്ല ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം ഇതിൽ നിന്ന്, ഈ ആരോപണങ്ങൾ ഉയർത്തുന്നതിൽ നിന്ന് പിന്നോട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ജയകുമാറിന്റെ നിയമനത്തോടു കൂടി ഇത് ഒന്നും ഇല്ലാതാകില്ല, സർക്കാരിന് അതിനെ മറയ്ക്കാനാകില്ല എന്ന ഒരു പ്രതികരണമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ പ്രതിപക്ഷം എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇതുവരെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള കാര്യങ്ങൾ, ക്രമക്കേടുകൾ, ഇതൊക്കെ സജീവമാക്കി തന്നെ നിലനിർത്തും എന്ന സൂചനകളാണ് നൽകുന്നത്. അതിനപ്പുറം ജനങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തിക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ കണക്കുകൂട്ടുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി കേൾക്കാം. ജയകുമാർ നല്ല ആളാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വരുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ദേവസ്വത്തെ കട്ടുമുടിച്ചവരാണ് ഇവർ. ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ്? ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി. അത് ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ലല്ലോ ഇതിന്റെ പിന്നിലുള്ളത്. ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണ കൊള്ള, അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം മന്ത്രിമാരുണ്ട്. അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. അവിടുത്തെ ജീവനക്കാർ 2-3 പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? അപ്പോൾ പ്രശ്ന പരിഹാരത്തിന് എന്തിന് കെ ജയകുമാർ എന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു വ്യക്തിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സർക്കാരിനെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുകൂടി നമ്മൾ കാണണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങൾക്കും ഒക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ ജയകുമാർ. അദ്ദേഹം ദീർഘകാലം അവിടെ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിക്കപ്പെട്ട് പ്രവർത്തനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാത്രവുമല്ല, ശബരിമല ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായി ദീർഘകാലം പ്രവർത്തിച്ച അനുഭവം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറായി 2006 VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഓർഡിനൻസിലൂടെ പുറത്താക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് പല മാധ്യമങ്ങളോടും സംസാരിക്കുമ്പോൾ ആ അനുഭവമൊക്കെ തനിക്ക് ഗുണകരമാകും എന്ന രീതിയിൽ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ സ്പെഷ്യൽ കമ്മീഷണർ എന്ന തസ്തികയിലേക്ക് ഒരിക്കൽ കൂടി അദ്ദേഹം നിയമിതനാകുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായി കെ ജയകുമാർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ ജയകുമാർ IAS തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചുമതലയിലേക്ക് വരുന്നതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് സർക്കാർ. പ്രതിപക്ഷത്തിന് പോലും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു തരത്തിലും ഒരു എതിർപ്പും ഉയർത്താൻ കഴിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ എതിർപ്പുകളെയൊക്കെ ഒരു പരിധിവരെ ഈ നിയമനത്തിലൂടെ മറികടക്കാമെന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന നിലയിലാണ് കെ ജയകുമാർ അവിടെ വരുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ സാധാരണയായി രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നു വന്ന ഇടത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുറ്റമറ്റ അല്ലെങ്കിൽ ആർക്കും ഒരു മോശം ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഒരു പുതിയ വഴി തുറക്കുന്നത്. അതൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അറസ്റ്റിലായവരെ SIT ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെ ഒരുമിച്ചിരുത്തിയും പ്രത്യേകവുമായൊക്കെയുള്ള ചോദ്യം ചെയ്യലിലേക്ക് SIT കടന്നിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ മുരാരി ബാബുവിനായാലും ഒപ്പം പോറ്റി ഉൾപ്പെടെയുള്ളവരുണ്ട്, ബിജു ഉണ്ട്. അവരെയൊക്കെ ഒപ്പം ഇരുത്തിയും അല്ലാതെയും ഒക്കെയുള്ള ചോദ്യം ചെയ്യൽ SITയുടെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുകയാണ്.
വാസുവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട്. വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വിദേശ യാത്രയെക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണവും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഭാഗത്ത് അന്വേഷണം ശരിയായി മുന്നോട്ട് പോകുന്നു. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമോ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന കാര്യം നമ്മൾ ഒരു ഭാഗത്ത് നോക്കുമ്പോഴാണ് മറുഭാഗത്ത് ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടി നടക്കുന്നത്. അതേസമയം എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില വിമർശനങ്ങളുമുണ്ട്. സർക്കാർ ഇടപെടൽ SITക്ക് മേലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. മൂന്നാം പ്രതിയായ എൻ വാസുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്നതുൾപ്പെടെയുള്ള പല വിമർശനങ്ങളും ഒരു കോണിൽ ഉയരുന്നുണ്ട്. പക്ഷേ കോടതി ശരിയായ ദിശയിലാണ് SITയുടെ അന്വേഷണം എന്നത് വിലയിരുത്തിയ ഒരു സാഹചര്യത്തിൽ അതിനെ മറിച്ച് നമുക്ക് കാണേണ്ടുന്ന സാഹചര്യമില്ല. എന്തായാലും ഒരു ഭാഗത്ത് ശുദ്ധീകരണ പ്രക്രിയയും മറുഭാഗത്ത് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് കാണാം. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. നമ്മുടെ ആരോഗ്യരംഗത്ത് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം കൊല്ലം പന്മന സ്വദേശിയെ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ ആരോപണം കുടുംബം ഒരു ഭാഗത്ത് ഉയർത്തുന്നു. അത് ചികിത്സാ പിഴവ് കൊണ്ടുണ്ടായിട്ടുള്ള മരണമാണ് എന്ന ആരോപണം ഉയർത്തുന്നു. ഒരു ഭാഗത്ത് വേണു തന്നെ ഇത് സുഹൃത്തുക്കളോട് എന്താണ് തന്റെ അവസ്ഥയെന്ന് പറഞ്ഞ ശബ്ദരേഖ ഉൾപ്പെടെ നമ്മൾ കാണുന്നു. അതിനുശേഷവും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആ ആശുപത്രി ഉദ്യോഗസ്ഥർ ഡോക്ടർമാരൊക്കെ രംഗത്ത് വന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം എന്നത്. നമുക്ക് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ അറിയാം. നേരത്തെയും ആ സംവിധാനത്തിലെ സിസ്റ്റത്തിലെ പാളിച്ച പുറത്തു കൊണ്ടുവന്ന പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കിയ വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ്. ആ ഡോക്ടർ ഹാരിസ് തന്നെ വേണ്ടി വന്നു ഇപ്പോഴും എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് തുറന്നു പറയുന്നതിന്. മറ്റാർക്കും അതിനുള്ള ധൈര്യമില്ല എന്നതാണ് ആ കുടുംബം ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. ഇപ്പോൾ അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ പറയുകയാണ് വേണുവിനെ തറയിൽ കിടത്തിയാണ് ചികിത്സിച്ചിരുന്നത്. ഈ അത്യാസന്ന നിലയിൽ കൊണ്ടുവരുന്ന രോഗികളെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാനാവുക എന്ന് ആ ഡോക്ടർ ചോദിക്കുകയാണ്. എത്ര അപരിഷ്കൃതമായ സാഹചര്യമാണ് അത് എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. നാടാകെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല. ഈ രോഗികൾക്ക് മതിയായ വിധത്തിലുള്ള ചികിത്സ നൽകാൻ കഴിയണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയണം. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. പ്രാകൃതമായ ഇത്തരം സാഹചര്യങ്ങളാണ് മാറേണ്ടത് എന്നത് അടിവരയിട്ട് പറയുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. നമുക്ക് കൊല്ലം മെഡിക്കൽ കോളേജുണ്ട്, കൊല്ലം ജില്ലാ ആശുപത്രിയുണ്ട്, കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. എവിടെയെങ്കിലും പല ആശുപത്രികൾ താണ്ടിയാണ് അദ്ദേഹത്തിന് ഇവിടം വരെ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പം ഈ നാടൊട്ടുക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷ്യറി കെയർ, അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷ്യറി കെയർ സെന്ററുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത്. അപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടായത്. വേണുവിനെ തറയിലാണ് കടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളിനെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുക? അപ്പോ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച് അവിടെ തന്നെ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടറാണ്. യൂറോളജി വിഭാഗം മേധാവിയാണ്. കഴിഞ്ഞ തവണ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവിനെ കുറിച്ച് അദ്ദേഹം പൊതുസമൂഹത്തോട് തന്നെ തുറന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് വലിയ ചർച്ചയായതാണ്. ഒടുക്കം അദ്ദേഹത്തെ തന്നെ കുടുക്കുന്ന തരത്തിലേക്ക് അന്വേഷണവും മറ്റും നീളുന്നതും നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിൽ നിന്നൊക്കെ അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, 1986 അവിടെ പഠനത്തിന് ചേർന്ന വ്യക്തിയാണ് താൻ. അവിടെ അന്ന്
ഇത്രയും രോഗികൾ നിലത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും കാലം പുരോഗമിച്ചതിന് ശേഷം, ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അത്രയും അപരിഷ്കൃതമായ ഒരു സമീപനം എങ്ങനെ ഉണ്ടാകുന്നു? അത്രയും പേർക്ക് തറയിൽ കിടക്കേണ്ടി വരുന്ന സമീപനം എങ്ങനെ ഉണ്ടാകുന്നു? ശ്വാസം മുട്ടലും ക്യാൻസറുമായിട്ടൊക്കെ വരുന്ന രോഗികൾക്ക്, അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾക്ക് എങ്ങനെ തറയിൽ കിടത്തി ചികിത്സ നൽകും എന്നൊരു ചോദ്യം ഒരു ഡോക്ടർ തന്നെ ചോദിക്കുന്ന സാഹചര്യം, അതിൻ്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് ഓർത്തു നോക്കൂ. അവിടെ രോഗികളുടെ എണ്ണം കൂടുന്നതിന് ഡോക്ടർമാരല്ല ഉത്തരവാദി. എണ്ണം കൂടുന്നത് കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നെങ്കിൽ അതിനും ഉത്തരവാദികൾ ഡോക്ടർമാരല്ല. അവർ അവരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമരത്തിലേക്ക് പോവുകയാണ്. സൂചനാ സമരം കൊണ്ട് ഫലമില്ലാത്തതിനാൽ സമരത്തിലേക്ക് പോകേണ്ടി വരുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അതിനും ഉത്തരം പറയേണ്ടത് ഡോക്ടർമാരല്ല, ഈ സംവിധാനത്തെ നയിക്കുന്നവരാണ്. അപ്പോൾ നിരവധിയായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം പോലുമില്ല. മേനിപറച്ചിൽ കൊണ്ട് കാര്യമില്ല. അവിടെ രോഗികൾക്ക് സൗകര്യമൊരുക്കണം. മതിയായ ചികിത്സ കിട്ടണമെങ്കിൽ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ടുന്ന സാഹചര്യമാണ് എന്ന് ആ ഡോക്ടർ തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞ് നമ്മുടെ ആരോഗ്യ സംവിധാനം ആകെ മോശമാണ് എന്നതല്ല, ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഉണ്ട് എന്ന വസ്തുത അധികൃതർ സമ്മതിക്കേണ്ടി വരുന്നു എന്നതാണ്. അവിടുത്തെ ഡോക്ടർ തന്നെ പറയുന്നു, ഇത്രയധികം ആളുകൾ, സ്വാഭാവികമായും രോഗികളുടെ എണ്ണത്തിൽ വർധന വരും. ജനസംഖ്യാ വർധന വരുമ്പോൾ തന്നെ രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകും. അത് അവിടെ പ്രതിഫലിക്കുന്നുണ്ടാകാം. പക്ഷേ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും മറ്റുമാണ് നമ്മൾ ചെയ്യേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് റഫർ ചെയ്തു വരുന്ന രോഗികൾക്ക് ചികിത്സ നൽകാനുള്ള ഇടമാണ്. അങ്ങനെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് വരുന്നവരെ തറയിൽ ഒരു ബെഡിൽ 2 പേരെന്നൊക്കെ നിലയിൽ കിടത്തി എങ്ങനെ ചികിത്സിക്കും? അത് ഡോക്ടർമാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ആ രോഗികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, വയ്യായികയുമായി വരുന്നവർക്ക് ശരിയായ വിധത്തിൽ ഒന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല ഉള്ള ഒരു സാഹചര്യം നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറയുന്നിടത്തുണ്ട് എങ്കിൽ അതെന്തൊരു മോശം അവസ്ഥയാണ് എന്നത് അതിനെ നയിക്കുന്നവർ തന്നെയാണ് ആലോചിക്കേണ്ടത്. എന്തായാലും ഇത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഡോക്ടർ ഹാരിസിനെതിരെ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നത് നമ്മൾക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം പ്രതികാര നടപടികളോ മറ്റോ അല്ല ഇതിന് ആവശ്യം. എന്താണ് യാഥാർത്ഥ്യം എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രശ്ന പരിഹാരം എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്തമാണ് അതിനെ നയിക്കുന്നവർ കാണിക്കേണ്ടത്. ഇവിടെ ആ കുടുംബം വീണ്ടും രംഗത്ത് വരുന്നുണ്ട്. അവർ പറയുന്നൊരു കാര്യം, ക്രിയാറ്റിൻ ലെവൽ കുറവായിരുന്നു എന്നതുൾപ്പെടെയുള്ള ക്രിയാറ്റിൻ ലെവൽ കുറവായതുകൊണ്ടാണ് ഈ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാതെ പോയത് എന്നതൊക്കെ ഈ ഡോക്ടർമാർ ഒരു കാരണമായി പറയുന്നുണ്ടായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞു, ഇവരുടെ ശാരീരിക അവസ്ഥ അതിന് യോജിച്ചതായിരുന്നില്ല. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു എന്നൊരു വാദമാണ് ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് കുടുംബം ഇപ്പോൾ പറയുന്നുണ്ട്. അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നടത്തിയ ചികിത്സയുടെ ഫലങ്ങൾ ഈ ഡോക്ടർമാർ പറഞ്ഞതിന് വിപരീതമാണ് എന്ന കാര്യമാണ് ചികിത്സാ രേഖകൾ മുന്നോട്ട് വെച്ച ആ കുടുംബം സൂചിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റുമുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അവിടെ ഉണ്ടാകണം എന്ന കാര്യം ആ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അവർക്ക് നീതി ഉറപ്പാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താണോ യാഥാർത്ഥ്യം അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കരുത് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. മന്ത്രി ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഇന്ന് കൈമാറും എന്നതാണ് മനസ്സിലാകുന്നത്. അത് സത്യസന്ധമാകട്ടെ. കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇത്തരം വീഴ്ചകൾ, പാളിച്ചകൾ, ബുദ്ധിമുട്ടുകൾ അവിടെ എത്തുന്ന രോഗികൾക്കുണ്ടാകാതിരിക്കാനുള്ള അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം എന്നതാണ് പറയാനുള്ളത്. യുഎസിന്റെ ഷട്ട്ഡൌൺ 39ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ പ്രതിസന്ധി ഇതുമൂലം അമേരിക്കയിൽ ഉടലെടുക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. നമുക്കറിയാം ഇത് ഒരു വലിയ ദീർഘകാലത്തേക്ക് പോകും എന്നതിന്റെ സൂചനകൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇപ്പോഴും ഒരു അനുരഞ്ജനത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ട്രഷറി നിയന്ത്രണം തുടർന്നു വരുന്ന ഘട്ടത്തിലാണ്. 39ാം ദിവസമാകുമ്പോൾ വ്യോമയാന മേഖലയിൽ വൻ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. 1000 വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ എങ്ങനെയൊക്കെ ഈ ട്രഷറി നിയന്ത്രണം ബാധിക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ ആവശ്യങ്ങൾ ട്രംപ് വീണ്ടും
തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി നീളും എന്നതിൻ്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ 10% വിമാന സർവീസുകളാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത്. എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളം നൽകാതായതോടെ ഇവരിൽ ബഹുഭൂരിപക്ഷത്തോടും നിർബന്ധിത അവധിയിൽ പോകാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിമാന സർവീസുകൾ കുറവ് വരുത്താൻ തീരുമാനിച്ചത്. ഈ ബജറ്റ് പാസ്സാകാതെ വന്നതോടെ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിർത്തലാക്കിയതോടെയാണ് ഒരു ഭരണസ്തംഭനത്തിലേക്ക് അമേരിക്ക നീങ്ങിയത്. ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോളർമാരുടെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ വിമാന കമ്പനികൾ നിരവധി ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചത്. വെള്ളിയാഴ്ച ഏതാണ്ട് 1200-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. അറ്റ്ലാന്റ, ഡെൻവർ, ന്യൂയോർക്ക്, ചിക്കാഗോ, ഹ്യൂസ്റ്റൺ, ലോസ് ആഞ്ചൽസ് എന്നിവയുൾപ്പെടെ 40 പ്രധാന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ഇത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മാത്രം അമേരിക്കൻ എയർലൈൻസ് ഏകദേശം 220 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഡെൽറ്റ ഏകദേശം 170 വിമാന സർവീസുകളും സൗത്ത് വെസ്റ്റിൽ ഏകദേശം 100 വിമാന സർവീസുകളും റദ്ദാക്കിയതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ വലിയ രീതിയിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ട്രഷറി നിയന്ത്രണം എന്ന് തന്നെ പറയാം. വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. 4% നിന്ന് ആരംഭിച്ച വിമാന നിരക്കുകൾ ഏതാണ്ട് 10% കൂടി അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതും വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിമാന സർവീസുകളെ പ്രതിസന്ധി വലിയ തോതിൽ ഇതുവരെ ബാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഈ ട്രഷറി നിയന്ത്രണം തുറന്നു വന്നാൽ, ഷട്ട്ഡൗൺ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും കൂടി ബാധിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒക്ടോബർ 1 ആരംഭിച്ച ഭരണസ്തംഭനം 39 ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിനോടകം ഒരു പ്രശ്നപരിഹാരം സാധ്യമായിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച നിർദ്ദേശം റിപ്പബ്ലിക്കൻ പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണം നീളാനാണ് സാധ്യത. ഈ ഷട്ട്ഡൗൺ തുടർന്നാൽ 20% വരെ ആഭ്യന്തര സർവീസുകൾ നിർത്തിവെക്കാനാണ് ആലോചനയെന്നാണ് മനസ്സിലാകുന്നത്. പ്രതിസന്ധി നീണ്ടാൽ ഇത് അന്താരാഷ്ട്ര സർവീസുകളെയും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഡെമോക്രാറ്റ് പാർട്ടിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും തള്ളിക്കളയുകയായിരുന്നു. ഫിലിബസ്റ്റർ ചട്ടം റദ്ദാക്കാൻ വോട്ട് ചെയ്യണമെന്നാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളോട് ആഹ്വാനം ചെയ്തത്. അങ്ങനെ ഇത് പ്രാവർത്തികമാവുകയാണെങ്കിൽ ധനാനുമതി ബില്ല് പാസാക്കാൻ ഈ 60% വോട്ട് വേണമെന്ന വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ ഡെമോക്രാറ്റുകൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ തന്നെ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നേടാൻ കഴിയും എന്നതാണ് സാഹചര്യം. അപ്പോൾ അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഫിലിബസ്റ്റർ ചട്ടം റദ്ദാക്കാൻ വോട്ട് ചെയ്യണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സാധ്യമാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ആശങ്കകളുണ്ട്. ഈ വിഷയത്തോട് പാർട്ടി വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തന്നെ സ്വീകാര്യമാകുന്നതാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ പ്രതിസന്ധി വലിയ രീതിയിൽ വ്യോമഗതാഗത സംവിധാനങ്ങളെ ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് തുടർന്നു പോവുകയാണെങ്കിൽ അത് മറ്റ് മേഖലകളെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. വലിയ പ്രതിസന്ധി ഇതുമൂലം ഉടലെടുക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതാണ്ട് 1500ഓളം സർവീസുകളെ ബാധിക്കുന്നു എന്ന് വരുമ്പോൾ അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുൾപ്പെടെ എങ്ങനെയാണ് എന്നത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അമേരിക്കയിൽ ഈ ട്രഷറി പ്രതിസന്ധി എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതറിയണം. അവിടെ നിന്ന് ഫൊക്കാന പ്രതിനിധി സജിമോൻ ആന്റണി നമ്മളോട് പ്രതികരിച്ചത് കേൾക്കാം. അമേരിക്കയിൽ ഫെഡറൽ ഗവൺമെന്റ് ഷട്ട്ഡൗൺ 38 ദിവസം പിന്നിടുകയാണ്. ഇതിന് മുമ്പത്തെ ഏറ്റവും വലിയ ഷട്ട്ഡൗൺ 35 ദിവസമായിരുന്നു. 2018 ഡൊണാൾഡ് ട്രംപിന്റെ പീരീഡിൽ തന്നെയായിരുന്നു. 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് പറയേണ്ടത്. ഒന്ന്, അമേരിക്ക വളരെ ദരിദ്രരേഖയിലേക്ക് പോവുകയാണ്, പട്ടിണിയിലേക്ക് പോവുകയാണ്, എയർലൈൻ കംപ്ലീറ്റ് അടച്ചുപോയി എന്നുള്ള തരത്തിലുള്ള വസ്തുതയ്ക്ക് നിരക്കാത്ത ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്കത് പെട്ടെന്ന് ഒന്ന് കണ്ണോടിക്കാം. ഒന്ന്, ഇവിടെ സ്നാപ്പ് പ്രോഗ്രാമിൽ 41 മില്യൺ ആൾക്കാരുണ്ട്. അതായത് സപ്ലിമെന്ററി ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം. അപ്പോൾ എന്ന് പറയുമ്പം അവർ അതിദരിദ്രർ എന്ന് വിചാരിക്കരുത്. കാരണം അവർക്ക് ഇന്നത്തെ ഈ ഒരു അഫോർഡബിലിറ്റി ക്രൈസിസിന്റെ സമയങ്ങളിൽ
ഫുൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റിനുള്ള ഒരു കുറവുണ്ട്. അപ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഒരു സപ്ലിമെന്റൽ പ്രോഗ്രാമാണ്. അതിനകത്താണ് ഏകദേശം 41 മില്യൺ ഉള്ളത്. അതിൽ ഏകദേശം 36% വൈറ്റ് അമേരിക്കൻസും 29% ഹിസ്പാനിക് അമേരിക്കൻസും 22% ബ്ലാക്ക് അമേരിക്കൻസും ബ്ലാക്ക് ആഫ്രിക്കൻ അമേരിക്കൻസുമാണ് എന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അതിനകത്താണ് ഒരു ഡിലേ വരുന്നത്. രണ്ടാമത്, ഇപ്പം ഈ ടോട്ടൽ അമേരിക്കയിൽ എത്ര ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 മില്യൺ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഉള്ളത്. അതിൽ 1.3 മില്യണോളം ആക്റ്റീവ് മിലിറ്ററിയാണ്. അപ്പം അവശ്യ സർവീസുകൾ ഈ ഒരു ഷട്ട് ഡൗണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അവരെ ഇത് ബാധിക്കുന്നില്ല. എന്നാൽ അതല്ലാതെ വരുന്ന ഏകദേശം 1.4 മില്യൺ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ സം ഓർ ദ അതർ വേ ഈ ഒരു ഷട്ട് ഡൗൺ ഇമ്പാക്റ്റ് ആകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ ദിവസം, അതായത് 1-ാം തീയതി ക്രോസ് ചെയ്തപ്പം ഇവിടെ അമേരിക്കയിലെ പേ ചെക്കുകൾ ഒന്നെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ ബൈ വീക്ക്ലി, റെയർലി മന്ത്ലി വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വീക്ക്ലി പേയ്മെന്റ് മുടങ്ങുകയാണെങ്കിൽ 5-ാമത്തെ തവണയാണ് ഇത് മുടങ്ങുന്നത്. അല്ലെങ്കിൽ ബൈ വീക്ക്ലി ആണെങ്കിൽ 2 തവണ ഓൾറെഡി മുടങ്ങിക്കഴിഞ്ഞ് പേയ്മെന്റ്, അല്ലെങ്കിൽ പേ ചെക്ക് മുടങ്ങിക്കഴിഞ്ഞ് 3-ാമത്തെ പേ ചെക്ക് ഇനി കപ്പിൾ ഓഫ് ഡേയ്സിൽ മുടങ്ങുകയാണ്. അപ്പോൾ ഓരോ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേ ചെക്ക് ബൈ പേ ചെക്ക് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവരുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ 1.4 മില്യൺ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏകദേശം 700,000, അതായത് 7 ലക്ഷത്തോളം ആൾക്കാരാണ് ഇപ്പോൾ വിതൗട്ട് പേയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ആ പേയ്മെന്റ് കിട്ടത്തില്ല എന്നല്ല. മേ ബി നോർമലി ഇങ്ങനെയുള്ള ഷട്ട് ഡൗണൊക്കെ ഇതിന് മുമ്പ് വന്നപ്പം അത് റിപ്പബ്ലിക്കൻസ് ഭരിച്ചപ്പോഴും ഡെമോക്രാറ്റ് ഭരിച്ചപ്പോഴുമുള്ള ഷട്ട് ഡൗൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അത് പേ ബാക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ അമേരിക്കൻ ഇക്കണോമി എന്ന് പറഞ്ഞൊരു സേവിങ് ഇക്കണോമി അല്ല, അത് സ്പെൻഡിങ് ഇക്കണോമിയാണ്. അങ്ങനെ വരുമ്പം നമുക്ക് കിട്ടുന്ന മന്ത്ലി എമൗണ്ട് അതൊരു മോർഗേജ് ആയിട്ട്, കാറിന്റെ പേയ്മെന്റ് ആയിട്ട്, വീടിന്റെ പേയ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റ് ഫുഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇതൊരു നല്ലൊരു ലെവലിലേക്കല്ല പൊക്കോണ്ടിരിക്കുന്നത്. ഓരോ ദിവസം വരുമ്പോഴേക്കും അതിന് ഇമ്പാക്റ്റഡ് ഫാമിലീസിന്റെ നമ്പേഴ്സ് കൂടുകയാണ്. തീർച്ചയായും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം എന്നതാണ് ആവശ്യം. അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് പോകും. വ്യോമയാന മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ കൂടുതലായി പരിശോധിച്ചതെങ്കിൽ മറ്റ് ഓരോ കുടുംബത്തെയും പോലും എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു വിവരണമാണ് ശ്രീ സജിമോൻ ആന്റണി നൽകിയത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഷട്ട് ഡൗൺ അവസാനിക്കണം എന്നതാണ് ഓരോ ആളുകളും അവിടെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പേർ ഉണ്ട്, അവർക്കും ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ട്രംപ് പിടിവാശി തുടരുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. നമ്മുടെ നേരം വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുകയാണ്. അതിനുശേഷം നമുക്ക് തിങ്കളാഴ്ച കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.